എൻ്റെ പിതാവിൻ്റെ ഒരു ജീവിതാനുഭവം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാം. ഞങ്ങൾ കോഴിക്കോടാണ് ഞങ്ങളുടെ വീട്. കോട്ടയത്ത് വടവാതൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ളൊരു ദൈവദാസനെ കാണാൻ എൻ്റെ പപ്പ കോഴിക്കോട് നിന്ന് കോട്ടയത്ത് വന്നിറങ്ങി. കോട്ടയം ബസ് സ്റ്റാൻഡിൽ വന്നിറങ്ങിയിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുള്ള പോകുന്ന ബസ്സിൽ കയറാനായിട്ട് ഇങ്ങനെ ശ്രമിക്കുമ്പോൾ ഒരു ലോങ് റൂട്ട് ബസ് വന്നു. വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടിട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ആ ബസ് ഇറങ്ങിപ്പോകാനായിട്ട് ഉള്ള ആ സമയമായിരുന്നു. എൻ്റെ പപ്പ അതിനകത്ത് അങ്ങ് ചാടി കയറി ബസ് വിട്ടു. ബസ് കുറച്ച് ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കണ്ടക്ടർ പപ്പയുടെ അടുക്കലേക്ക് വന്നത്. പപ്പയോട് ചോദിച്ചു എവിടെയാണ് പോകേണ്ടത്. പപ്പ പറഞ്ഞു ഇന്ന സ്ഥലത്തേക്ക്. ആ കണ്ടക്ടർ അങ്ങ് ചൂടായി. അദ്ദേഹം പറഞ്ഞു ഇത് ലോങ് റൂട്ട് ബസ്സാണ്, ഇതിന് നിങ്ങൾ കയറിയിട്ട് അവിടെ കൊണ്ട് നിർത്താനൊന്നും പറ്റത്തില്ല, ഇവിടെ ഇറങ്ങണം. ബസ് കുറച്ച് ദൂരം വിട്ടുപോയിരുന്നു. എൻ്റെ പപ്പയോട് ഇങ്ങനെ പറഞ്ഞു. പപ്പ പറഞ്ഞു ഇവിടെ ചവിട്ടുന്നത് എനിക്ക് അവിടെ അങ്ങ് ചവിട്ടി തന്നാൽ എനിക്ക് അവിടെ ഇറങ്ങാൻ പറ്റത്തില്ലേ, അവർ സമ്മതിക്കില്ല. കണ്ടക്ടർ എന്ത് ചെയ്തു, ബസ് ബെല്ലടിച്ച് നിർത്തി. എന്നിട്ട് ഇവിടെ ഇറങ്ങണം എന്ന് പറഞ്ഞ നിർബന്ധം. ആളുകളെല്ലാം പപ്പയുടെ മുഖത്തേക്ക് നോക്കുന്നു. എല്ലാവരുടെ മുമ്പിൽ ഒരു നാണക്കേടായി. വണ്ടി വിടുന്നില്ല. അവസാനം പപ്പ പറഞ്ഞു ഞാനിവിടെ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞ് പപ്പ അവിടെ അങ്ങ് ഇറങ്ങി. പപ്പ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആ ബസ്സുകാരൻ ഡബിൾ ബെല്ലടിച്ച് ബസ് വിട്ടുപോയി. പപ്പയ്ക്ക് ഒരല്പം വിഷമമുണ്ടായി. അവിടെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ ആ വഴി കൂടെ ഒരു അച്ഛൻ വരുന്നുണ്ടായിരുന്നു. അച്ഛൻ ചോദിച്ചു എന്താ സാറേ ഈ ബസ് സ്റ്റോപ്പൊന്നും അല്ലാത്തടത്ത് ഇറങ്ങിയതെന്ന് ചോദിച്ചു. പുള്ളി പറഞ്ഞു ഞാൻ കോഴിക്കോട് നിന്ന് വരികയാണ്, ഇന്ന ആളെ കാണാൻ, കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ പി എം ഫിലിപ്പ് എന്ന് പറയുന്ന ദേവസ്വനെ കാണാൻ വന്നതാ. പക്ഷേ ഇതൊരു ലോങ് റൂട്ട് ബസ്സായിരുന്നു, അതെനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ അങ്ങ് കയറി, അവര് എന്നെ ഈ വഴിയിൽ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞു. അപ്പോൾ ആ അച്ഛൻ പറഞ്ഞു അതോർത്ത് വിഷമിക്കേണ്ട, പി എം ഫിലിപ്പ് സാർ അവിടെ ആ കോർണറിൽ ആരോടോ സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ടെന്ന് പറഞ്ഞു. ഉടനെ പപ്പ അങ്ങോട്ട് നടന്നു ചെന്നപ്പം ഈ ദേവദാസൻ ഏതോ ഒരു കൺവെൻഷന് പോകാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്ന വഴിയാണ്. വഴിക്ക് പരിചയമുള്ള ഒരാളെ കണ്ടതുകൊണ്ട് വാഹനം നിർത്തി സംസാരിക്കുക. പപ്പ ചെന്ന് പറയേണ്ട കാര്യം പറഞ്ഞിട്ട് അടുത്ത ബസ്സിന് തിരിച്ചു പോകുന്നു. ആ ഒരു സംഭവം ഒരുപക്ഷെ നിന്നയായിട്ട് തനിക്ക് തോന്നിയാലും പിന്നീട് അതിന്റെ ആ നന്മ മനസ്സിലാക്കാൻ കഴിഞ്ഞു. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പല വിഷയങ്ങളും നമുക്കൊരു പക്ഷേ തലകുനിക്കുന്ന വിഷയങ്ങളായാലും അതിന്റെ പിന്നിൽ ഒരു നന്മയുണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.